ഹലോ മാജിക് മോർണിംഗ് ടു ആൾ. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഓൺ ചെയ്തിരിക്കാവോ? ഓക്കെ, നമുക്ക് എന്തായാലും പുതിയ ഒരുപാട് മെമ്പേഴ്സ് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവർ ഓൺ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ തിങ്കളാഴ്ച നമ്മൾ ബി മാജിക്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ സെഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെഷൻ എടുക്കുന്നത് നമ്മുടെ ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ആയിട്ടുള്ള സേഫ് വാളപ്രസാറാണ്. സോ സാറിന് ഈ സെഷൻ എടുക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. മാജിക് മോർണിംഗ് ഗോപി. ഓക്കെ മാം. താങ്ക് യു. മാജിക് മോർണിംഗ്. ഈ സെഷനിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിലും അതിൽ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഒന്ന് കമൻറ്റ് ചെയ്യാം. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഒരാളുണ്ട്, സ്നേഹ. ഓക്കെ, സ്നേഹ സ്റ്റുഡൻ്റ് ആണോ? സ്റ്റുഡൻ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? സ്റ്റുഡന്റ് അല്ല, ഒരു വീട്ടമ്മ. ശരി, ഓക്കെ. സോ സൗദ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ഇതിനു മുമ്പ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടോ? സൗദ എന്ന് പറഞ്ഞ ഇല്ല സർ. ഇല്ല. സ്നേഹ എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ബേസിക് ആയിട്ട് ഐഡിയ ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സെഷൻസ് നടക്കാറുള്ളത് ബേസിക്കലി ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. ഓക്കെ, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഇതിലുള്ള ആളുകൾ, ഏകദേശം ആളുകളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്? ബേസിക്കലി ഇത്രേ ഉള്ളൂ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളതായിത്തീരും. സാറേ, ആ കുട്ടിക്ക് മൈക്ക് ഓണാക്കാൻ ഏതാന്ന് അറിയാത്ത കാരണം തോന്നുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളതായിത്തീരും. വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. അതേപോലെ തന്നെ നിങ്ങൾ എന്തായി തീർന്നിട്ടുണ്ടോ അതെല്ലാം നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിധി സൃഷ്ടിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ്. നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ സംസാരങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവൃത്തികൾക്കനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളുടെ ശീലങ്ങളായിട്ട് മാറും. ആ ശീലങ്ങളാണ് നമ്മളുടെ വിധിയിലേക്ക് നയിക്കുന്നത്. അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നയിക്കുന്നത്. ഓക്കെ, ഡെസ്റ്റിനി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്ന സ്ഥലത്തിലേക്ക് നിങ്ങൾ എത്തിയിരുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. നിങ്ങളുടെ എഡ്യൂക്കേഷൻസ്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാം ഉണ്ടായിരിക്കുക. ഒരു മനുഷ്യന് മാറണമെങ്കിൽ, ആ മനുഷ്യന്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അയാളുടെ ചിന്തകളിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഷയമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ 1900 മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും അതിന്റെ പുസ്തകങ്ങളും നടക്കുന്നുണ്ട്. ഒരുപാട് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ആളുകൾ എടുക്കുകയാണെങ്കിലും അവരെല്ലാം ഈ ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തവരായിരിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്റ്റുഡൻസ് ആരില്ല എന്നാണ് വിശ്വസിക്കുന്നു. നമ്മൾ സ്റ്റുഡൻസിന് ഒരു ഫ്രീ പ്രോഗ്രാം അല്ലെങ്കിൽ ബി മാജിക്കിലേക്ക് ഒരു എൻട്രി അനൗൺസ് ചെയ്തിട്ട് കുറെ കാലമായി. നമ്മുടെ ടീം മെമ്പേഴ്സും അതേപോലെ തന്നെ ലീഡേഴ്സും ഒക്കെ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഇതിൽ പല ആളുകളും ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഒരു വർഷത്തിന് മുമ്പ് കേട്ടിട്ടുണ്ടാവാം. എന്താണ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു 5 ദിവസം ചലഞ്ചും ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു 5 days ചലഞ്ച്. ഓക്കെ, അപ്പോൾ 5 days ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐ എന്ന് കമൻറ്റ് ചെയ്ത്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ഐ എന്ന് കമൻറ്റ് ചെയ്യും. ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളത് വെച്ചെങ്കിൽ അവരെല്ലാം ഒരു ഐ കമൻറ്റ് ചെയ്യും. ഓക്കെ, റോസ്ലി മാം, ഉണ്ണികൃഷ്ണ സാറ്, ഓക്കെ, സാജിദ ഗോപിനാഥ്, മണി സാറ്, ബീന മാം. ഓക്കെ, താങ്ക് യു. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്
നമ്മുടെ ലൈഫിലുള്ള ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് 55x5 എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഈ ഒരു മെത്തേഡ് പല ആളുകളും ഇതിനു മുമ്പ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. 55x5 എന്ന് പറയുന്ന മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട ലൈഫിലേക്ക് നേടിയെടുക്കേണ്ട 5 കാര്യങ്ങൾ ഒരു അഫർമേഷൻ രീതിയിൽ എഴുതുകയും, അതായത് ഒരു ദിവസം എന്ത് ചെയ്യാം, ഒരു ദിവസം 55 തവണ എഴുതുക. 55 തവണ എഴുതിയിട്ട് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇതിനിടയ്ക്ക് നമുക്കത് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളേക്ക് അട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ മെത്തേഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മുഴുവനും സംസാരിക്കാൻ പോകുന്നത്. 55x5 അഫർമേഷൻസ്. ഓക്കെ, 55x5 അഫർമേഷൻസ് എന്ന് പറയുന്ന മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് എന്ത് ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുക, എങ്ങനെയാണ് അത് ചെയ്തെടുക്കേണ്ടത്, എന്താണ് അതിന്റെ മെത്തേഡുകൾ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മളുടെ ലൈഫിലേക്ക് വേണ്ട ഒരു ഗോളിന് എന്ത് ചെയ്യുക, 55 ടൈംസിൽ 55 തവണ ഒരു ഡേയിൽ എഴുതുക. അതും 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മളിത് എഴുതണം എന്നുള്ളതാണ്. ഒരു പ്രിന്റ് ചെയ്ത് വെച്ചതിന് ശേഷം വായിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കലി നമുക്കൊരു പേന പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഫസ്റ്റത്തെ റൂൾ എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. അത് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. 5 ദിവസം എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അത് വിട്ടുപോകരുത്. 5 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. ഇതിന്റെ ഒരു ബേസ് എന്താ, അല്ലെങ്കിൽ ഇതിന്റെ ബിലീഫ് സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിലേക്ക് റിപ്പീറ്റ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ബൈഹാർട്ട് ചെയ്യപ്പെടും. അതിലേക്ക് നമ്മൾ അറിയാതെ കൂടുതൽ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യപ്പെടും. നമ്മളെ തോട്ടുകളെ, നമ്മുടെ ബിഹേവിയറിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബിഹേവിയറിലൊക്കെ ഈ മാറ്റങ്ങൾ വരും. ഓക്കെ, അതാണ് അതിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ, അതായത് 55x5 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ 5 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ 5 തവണ 55 തവണ എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു 5 റോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഞാൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള അഫർമേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാം, ഷെയർ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് എഴുതേണ്ടത്, എഴുതുന്ന രീതിയൊക്കെ ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, 55x5 എന്നുള്ള മെത്തേഡ് എങ്ങനെയാണ്, അതായത് എന്താണ് ഈ 55x5 മെത്തേഡ് എന്നുള്ളതാണ്. അത് ബേസിക്കലി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ കമന്റ് ചെയ്യാം. അതായത് ബേസിക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 5 തവണയാണ് എഴുതേണ്ടത്, 5 കാര്യങ്ങളാണ് എഴുതേണ്ടത്, 5 ദിവസമാണ് എഴുതേണ്ടത്, 55 തവണ ആയിട്ട് എഴുതുക. 55 തവണ ആയിട്ട് എഴുതുക. അപ്പം നല്ല മടിയുള്ള ആൾക്കൊന്നും പറ്റുന്ന പരിപാടിയല്ല. ആ ചലഞ്ചിലാണ് കുറെ ആൾക്കാർ പങ്കെടുത്തിരിക്കുന്നത്. 55x5 എന്ന് പറയുന്ന രീതിയിൽ 55 തവണ 5 കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങൾ 55 തവണ നമുക്ക് എഴുതാം. അതിൽ നമ്മുടെ 5 ഗോളുകൾ വരെ നമുക്ക് ഉൾപ്പെടുത്താം. അതൊരു അഫർമേഷൻ രീതിയിൽ എഴുതുക. എന്ത് ചെയ്യുക, എഴുതുക. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ക്ലിയർ ആണോ? 3 പേർക്ക് ക്ലിയർ ആയിട്ടുള്ളൂ. ആർക്കും ക്ലിയർ ആവാത്തുണ്ടോ? എന്താണ് മെത്തേഡ് എന്നുള്ള ക്ലിയർ ആവാത്ത ആൾക്കാരാണ് ബാക്കി. ക്ലിയർ ആവാത്ത ആളുകൾക്ക് ഒന്ന് നോ എന്ന് ടൈപ്പ് ചെയ്യും, എന്നത് ടൈപ്പ് ചെയ്യും. ക്ലിയർ ആവാത്ത ആളുകൾ എന്നത് ടൈപ്പ് ചെയ്യാം. മേഘമാണ് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, വേറെ ആൾക്ക് ഒരാൾക്കാണ് ക്ലിയർ ആവാത്തതായിട്ട് മനസ്സിലായത്. മേഘമം, നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ എന്ത് ചെയ്യാം,
55 തവണ എഴുതുക. ആ സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഫർമേഷൻസ് എന്ത് ചെയ്യാം, 55 തവണ എഴുതുക. 5 ദിവസങ്ങളിലായിട്ടാണ് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം, 55 തവണ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ 55x5 മെത്തേഡ് എന്ന് പറയാം. നമുക്കൊരു അഫർമേഷൻ രീതിയിലൊക്കെ എഴുതാം. അഫർമേഷൻസ് രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ സംഭവങ്ങൾ എഴുതാം. ഞാനൊരു എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സാമ്പിൾ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലാക്കുകയാണ്. ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ആ സംഭവങ്ങൾ കാണിച്ചു തരാം. ഞാൻ ചെറിയൊരു അഫർമേഷൻസ് അങ്ങനെ എഴുതേണ്ടതിന്റെ ഒരു അഫർമേഷൻസിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണാൻ സർ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ ആണ്. ഇതൊരു എക്സാമ്പിൾ ആണ്, ഇതൊരു അഫർമേഷൻസ് ആയിട്ട്. ഇയാൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്ന് പറയുന്നത് കുറച്ച് $1 million ആണ്. അതേപോലെ തന്നെ പിന്നെ അയാളുടെ ലൈഫിലേക്ക് കുറച്ചും കൂടെ ഇതാണ്, അയാളുടെ ഹോമാണ്, അതേപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ അയാൾ ഇതാണ്, ഡിയർ യൂണിവേഴ്സ്, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ $1 million. Okay, dear universe, I am blessed to have found the love of my life. Dear universe, thank you for my dream home. Dear universe, I now feel empowered, inspired, and uplifted. Dear universe, I am healed, happy, and perfected. അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വേണ്ട 5 കാര്യങ്ങളായിരിക്കും. ഈ 5 കാര്യങ്ങളും അയാൾ എല്ലാ ദിവസങ്ങളിലും 55 തവണ, ഈ 5 റോ പ്രകാരം ഇത് 55 തവണ എല്ലാ ദിവസവും എഴുതുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്ര സമയം വേണ്ടി വരും? കുറച്ചധികം സമയം വേണ്ടി വരും. പക്ഷെ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ 5 ഡ്രീമുകൾ അനുസരിച്ചായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊക്കെ പണ്ട്, ഇപ്പൊ സ്കൂളുകൾ ഉണ്ടോ അറിയില്ല, പണ്ടൊക്കെ സ്കൂളുകളൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം പഠിക്കഴിഞ്ഞാൽ നമുക്ക് ടീച്ചർ ഇമ്പോസിഷൻ എഴുതാൻ പറയാറുണ്ട് അല്ലെ? ആ ഇമ്പോസിഷൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ എന്തുണ്ടാവും, കിടക്കുന്നുണ്ടാവും. ആ കാര്യം ഇപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. ഇങ്ങനെ ഇമ്പോസിഷൻ എഴുതിയിട്ടുള്ള ആളുകളൊന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. സ്കൂളുകളൊക്കെ പോകുന്ന സമയത്ത് ഇമ്പോസിഷൻ എഴുതിയ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ. എന്നിട്ട് ഞാൻ ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ആരും എഴുതിയിട്ടില്ല. ഇമ്പോസിഷൻ എഴുതിയ ആളുകൾ ആരും ഇല്ല. ഉണ്ടെങ്കിൽ ഒന്ന് എന്ന് കമന്റ് ചെയ്തേ. എഴുതിയിട്ടുണ്ട് സാറേ. എന്താണ് എഴുതിയ നിങ്ങൾക്ക് അന്ന് എഴുതിയത്, അതിന്റെ ഫീലിംഗ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 55x5 മെത്തേഡ് എന്താ മനസ്സിലാവും. ഫീലിംഗ് എന്ന് പറഞ്ഞാല് കൊറേ നേരം എഴുതണ്ടേ. ചിലപ്പോ 1 പേജും 2 പേജും 100 തവണയൊക്കെ എഴുതേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. കാരണം അത് എഴുതി 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 എന്തോരും നമ്മളെ മനസ്സിലത് ഒരു മനപ്പാടായിട്ട് വരും. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അതിന്റെ ഫൈനൽ റിസൾട്ട് മനപ്പാടാവും. അത് മനപ്പാടായി വരും. നമ്മളത് പഠിക്കും നന്നായിട്ട്, നമ്മളതിനെ മനസ്സിലാക്കും. ശരി, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് എന്ത് ചെയ്യും, എൻ്റർ ആവും. അതായിരുന്നു അതിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ നമുക്കന്ന് അറിയില്ലായിരുന്നു. നമുക്കന്ന് എന്താ അറിയില്ല, കോൺഷ്യസ് മൈൻഡും അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മൾ ഡിഫറൻസ് ഒന്നും അറിയില്ല. പക്ഷെ അതൊരു സൈക്കോളജി ആയിരുന്നു. എന്താണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏതൊരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നു, ഏതൊരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഗോളുകളെ കുറിച്ചിട്ട് 5 ദിവസം ഇങ്ങനെ 5 തവണ എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാജിക് സംഭവിക്കുകയല്ല ചെയ്യുക. നേരത്തെ ആരോ ചോദിച്ച 5 കാര്യങ്ങൾ ഓരോന്നും 55 തവണ. അതെ, 5 കാര്യങ്ങൾ ഒരേപോലെ ഇങ്ങനെ എഴുതുക. ഒരു റോളാക്കിയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നന്നാവും. ഇനിയിപ്പോ ഒരു കാര്യമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് 5 കാര്യങ്ങൾ എടുക്കുക. ആ 5 കാര്യങ്ങൾ എന്ത് ചെയ്യും, ഓരോ റോള് അതേപോലെ ഇപ്പൊ നമ്മൾ കാണിച്ച അതേപോലെ റോകളിലാക്കിയിട്ട് 55 തവണ എഴുതുക എന്നുള്ളതാണ്. അത് 5 ദിവസം എഴുതുമ്പോഴേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് എഴുതണോ? എങ്ങനെ ഒറ്റ ഒരു പ്രാവശ്യം ഒരേ സമയത്ത് തന്നെ മുഴുവൻ എഴുതി തീർക്കണമെന്ന്? ഏറ്റവും ബെസ്റ്റ് ഒരേ സമയത്ത് തന്നെ മുഴുവൻ എഴുതി തീർക്കുന്നതാണ്. എനിക്ക് 2-3 തവണ ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മളൊരു ബിലീഫ് സിസ്റ്റം ആണത്. ഓക്കെ, 55 തവണ എന്ന് പറയുന്ന സംഭവത്തിൽ വെച്ച് അതേ സമയത്തിന് ചെയ്യുമ്പോൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൈക്കോളജി എന്താണ്, അത്തരം കാര്യങ്ങളിലേക്കാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു ന്യൂമറോളജി അതേപോലെ തന്നെ ഇതിന്റെ സിംബോളിസം ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാല്
എന്തുകൊണ്ടാണ് 55? നമ്മളൊക്കെ കേട്ട ചില സംഭവങ്ങൾ ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബേസിക്കലി വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മളിപ്പോ ഈ 11/11, നമ്മളിപ്പോ 11/11 സമയം കാണാണ്, 2:22 കാണാണ്. ഇങ്ങനത്തെ സംഭവങ്ങളിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്ന ആളുകൾ, വിശ്വസിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക്കലി സംഭവം എന്ന് പറയുന്നത് 55x5 എന്ന് പറയുന്നതിന് ഈ രണ്ട് നമ്പറിനും എന്തുണ്ട്? ഈ രണ്ട് നമ്പറിനും ഇതിന്റെ പഠനങ്ങൾ പറയുന്നത് കുറച്ച് ആ നമ്പർ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് എന്ന് പറയുന്നത് 55 എന്ന് പറയുന്നത് ആ നമ്പറിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇൻഡിപെൻഡൻസ് ആണ്. 55 അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഇൻഡിപെൻഡൻസ് ആണ്. രണ്ട് എക്സ്പ്ലോറേഷൻ ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് 55 എന്ന് പറയുന്ന നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 5 എന്ന നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് ചേഞ്ചും ഗ്രോത്തും ഫ്രീഡം. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും കണക്ട് ചെയ്തിരിക്കുന്ന നമ്പറാണ് 5 എന്ന് പറയുന്നത്. അപ്പൊ 55x5 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്, അതിന് ന്യൂമറോളജിക്കലി വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ന്യൂമറോളജിക്കലി പറയുന്ന കാര്യങ്ങൾ ഈ 55x5 എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവങ്ങൾ എന്താണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് അതിന്റെ ഒരു ന്യൂമറോളജിക്കൽ ആയിട്ടുള്ള അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 55? ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ബേസിക്കലി എന്താണ്? ഇതിന്റെ ഒരു വിശ്വാസമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എഴുതുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നല്ല. ഇതെല്ലാം എഴുതുന്നത് എന്തിനാണ്? നമ്മളെ ഗോളുകളെ കുറിച്ചിട്ട് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവിടെ ഒരു മാജിക് ഉണ്ടായിട്ടല്ല. ഓക്കെ, അവിടെ ഒരു മാജിക്കിൽ സംഭവിക്കുന്നതല്ല. അവിടെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫോക്കസ് കൂടും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡ് ഇൻഫ്ലുവൻസ് കൂടും. വിഷ്വലൈസേഷൻസും ഇമോഷൻസും എന്ത് ചെയ്യും? ഇമോഷൻസും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ അറിയോ? സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ചെയ്തെടുക്കണം. എന്താണ് മാർഗം? നിങ്ങൾ കുറെ കാലമായിട്ട് ക്ലാസ് കേൾക്കുന്നതല്ലേ. സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്തന്നെ വിഷ്വലൈസേഷൻ ഏറെക്കുറവൊക്കെയാണ്. വേറെ പിക്ചർ കൂടി അറിയുള്ളൂ. വേറെ ആർക്കെങ്കിലും ഒപ്പീനിയൻ? റെപ്പിറ്റേഷൻ അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അല്ലെ. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് എന്തൊരു കാര്യം, നിങ്ങളുടെ ക്യാരക്ടർ ആയിട്ടുള്ള, നിങ്ങളുടെ സ്വഭാവമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ശീലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങൾ ഏതൊരു ശീലെങ്കിലും നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ തവണ ചെയ്തുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ശീലമായിട്ടുണ്ടോ? ഒരൊറ്റ തവണ നിങ്ങൾ കാര്യം ചെയ്ത് അതുകൊണ്ട് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ടുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ലൈഫിലുണ്ടോ? ഞാൻ ഒറ്റ തവണ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൻ്റെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറി. ഇല്ല അല്ലെ? റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള മെത്തേഡ്. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് സങ്കല്പിക്കുക? ഒരു പൂന്തോട്ടം സങ്കല്പിക്കുക, ഒരു കാട്, ഒരു സ്ഥലം, ഒരു പ്ലേസ് സങ്കല്പിക്കുക. നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള തൊടി സങ്കല്പിക്കുക. ആ തൊടിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ പുല്ലുകൾ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ എന്തൊക്കെയോ പുല്ലുകൾ, ആരും കൃഷി ചെയ്തൊന്നുമല്ല, അവിടെ ഇങ്ങനെ പുല്ലുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നതുപോലെ ആയിരിക്കും ഒരു മനുഷ്യന് അയാളുടെ കുട്ടിക്കാലൊക്കെ കഴിഞ്ഞ് കൗമാരൊക്കെ പിന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അയാളുടെ ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്നു. ഞാനിപ്പോ ഇന്ന് എന്റെ വൈഫ് ഇങ്ങനെ സുംബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുംബയിൽ ഒരാളോട് ഇങ്ങനെ ചോദിക്കുമ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നത് കുഴപ്പമില്ല അല്ലെ. നമ്മളെപ്പോഴും പറയും കുഴപ്പമില്ല, നോ പ്രോബ്ലം നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും അല്ലെ. പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഓൾറെഡി കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റങ്ങളും കുറെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളും എന്ത് ചെയ്തിട്ടുണ്ട്? കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ തൊടിയില് കുറെ പുല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കൃഷി ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു പൂന്തോട്ടം സൃഷ്ടിക്കണം. നിങ്ങൾ ആദ്യം എന്താ ചെയ്യാം? ആ തൊടി വൃത്തിയാക്കണം. ആ തൊടി വൃത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ?
അവിടെ പുതിയൊരു കൃഷി ചെയ്യാനോ പൂന്തോട്ടം സൃഷ്ടിക്കാനോ സാധിക്കുള്ളൂ. ലൈക്ക് ദാറ്റ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം എൻ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ തോട്ടുകൾ മാറ്റണമെങ്കിൽ അവിടുത്തെ പഴയ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു കളയണം. ആ ചിന്തകൾ എടുത്തു കളയാനുള്ള കുറെ മെത്തേഡാണ് ഈ വിഷ്വലൈസേഷൻസും അഫർമേഷൻസും ഫോർഗീവ്നെസ്സും ഒക്കെ. ഓക്കെ, ആ ഫോർഗീവ്നെസ് ഒക്കെ ഇതിനുള്ളൊരു മെത്തേഡാണ്. ഇവിടെ ഈ റീപ്രോഗ്രാമിങ്ങിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും ഇൻ ബിറ്റ്വീൻ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ ആണ്. അതായത് ഇവിടെ കോൺഷ്യസ് മൈൻഡിന്റെ ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന് നമ്മൾ കണക്ട് ആക്കുന്ന ഒരു സാധനമാണ്. നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാണ് ഐ ആം പവർഫുൾ, ഐ ആം പവർഫുൾ, ഐ ആം പവർഫുൾ എന്നുള്ള വാക്ക് മാത്രം നിങ്ങൾ എല്ലാ ദിവസവും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഐ ആം ബ്ലെസ്ഡ് എന്ന് എല്ലാ ദിവസവും നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐ ആം എ ചാമ്പ്യൻ എന്ന് പറയുകയാണെങ്കിൽ, ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കത് ടാൻജിബിൾ ആയിട്ട് പ്രത്യക്ഷത്തിൽ അതിന്റെ റിസൾട്ട് ഒന്നും കാണൂല. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻസിലൂടെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്റൻഷൻ ആൻഡ് ഫോക്കസ്. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ the repetitive nature of the task is designed to focus the mind intensely on its the desire എന്നല്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ ഇപ്പൊ ഒരാൾ അയാളുടെ ഡ്രീം ഹോമിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ അഫർമേഷൻസ് കൊടുക്കുന്നത്. ആ ഡ്രീം ഹോമിനെ കുറിച്ചിട്ട് 55 തവണ അയാൾ ചിന്തിച്ച് കഴിയുമ്പോൾ 55 തവണ ഒരു ദിവസം ചിന്തിച്ച് കഴിയുമ്പോഴേക്കന്നെ ചിലപ്പോൾ അയാൾക്ക് 1, 2, 3, 4 ഒക്കെ ഐഡിയകൾ വന്നിട്ടുണ്ടാവും. ഇതെങ്ങനെ തുടങ്ങണം. ചിലപ്പോൾ അയാൾ ലോൺ എടുക്കുന്ന കാര്യമായിരിക്കും ചിന്തിക്കുന്നത്, ചിലപ്പോൾ അയാൾ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും മെത്തേഡ്. അത് നിലവിലവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഏതൊരു കാര്യത്തിലേക്കാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്കാവും. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഒരൊറ്റ കാര്യം എടുക്കാം, നിങ്ങൾ ലൈഫിലേക്ക് ഒരു ഒറ്റ കാര്യം, നമ്മൾ 55 തവണ എഴുതണ്ട, ആ ഒരൊറ്റ കാര്യത്തിനെ കുറിച്ചിട്ട് 10 തവണ ഇപ്പൊ എഴുതി വെക്കും, ഒരു അഫർമേഷൻ പോലെ. നിങ്ങൾക്ക് ലൈഫിൽ എന്താ വേണ്ടത് നോക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിന് നിങ്ങൾ അഫർമേഷൻസ് പോലെ ഒരു 10 തവണ ഇപ്പൊ എഴുതി വെക്കുക. മടിച്ച് നിൽക്കരുത്, മടിമാർക്കുള്ളതല്ല സംഭവങ്ങൾ അല്ലെ. ലൈഫിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകൾ എന്താണ്, പരാജയപ്പെടാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഒരു 10 തവണ ഇപ്പൊ എഴുതി നോക്കുക, എഴുതിയിട്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതിയാൽ മതി. ഡിയർ യൂണിവേഴ്സ്, താങ്ക് യു ഫോർ മൈ ഡ്രീം. ഓക്കെ, താങ്ക് യു ഫോർ മൈ ഡ്രീം ഹോമോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ഡ്രീം പ്ലേസ് വിസിറ്ററോ, അങ്ങനെ എന്ത് കാര്യം നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക. സലാം സാർ ഒന്ന് എഴുതി വെക്കുക. ആരെങ്കിലും കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? എനിബഡി കംപ്ലീറ്റഡ്? കംപ്ലീറ്റ് ആയ ആളുകൾ
അതിനുശേഷം ഒന്ന് സി എന്ന് കമന്റ് ചെയ്യാം. ഐ ആം ദി ബെസ്റ്റ് എന്നാണ് എഴുതിയത്. ഇപ്രസിലോ? ഹലോ, ഐ ആം ദി ബെസ്റ്റ്. ഐ ആം ദ ബെസ്റ്റ്. എന്തോ ഒരു മനസ്സിലൊരു ഒരു ചേഞ്ച് വന്നതുപോലെ ഒരു തോന്നലുണ്ട്. അതായത് ഐ ആം ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സമയം നമ്മൾ എന്തിനാണോ ബെസ്റ്റ് ആവേണ്ടത്, അല്ലെ? ഐ ആം ദ ബെസ്റ്റ്. നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഏതൊരു കാര്യത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഒരാളെ ഇതാണ് ഒരാളിപ്പോ എഴുതാണ് ഡിയർ യൂണിവേഴ്സ്, താങ്ക് യു ഫോർ മൈ ഡ്രീം ഹോം. ഇതേപോലെ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, താങ്ക് യു ഫോർ മൈ ഡ്രീം ഹോം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലോ അല്ലെങ്കിൽ അതൊരു താങ്ക് യു നോട്ടോ ആയാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ മൈ ഡ്രീം ഹോം എന്ന് എഴുതുന്ന സമയത്ത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ വീടിന്റെ എല്ലാ സംഭവങ്ങളും, ആ വീടും ആ വീട്ടിൽ താമസിക്കുന്നൊക്കെ വരണം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 55 തവണ എഴുതുന്ന സമയത്ത് അയാൾക്ക് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഗോളിലേക്ക് അയാൾ സൂപ്പർ ഫോക്കസ്ഡ് ആവും. അയാളുടെ സൂപ്പർ ഫോക്കസ് ആവും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു മൈൻഡ് അബ്സോർവ് ചെയ്യും. നമ്മളിങ്ങനെ പാസീവ്ലി ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങൾ അബ്സോർവ് ചെയ്യുകയും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ബിഹേവിയറും തോട്ട് പ്രോസസ്സും ആ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. റിപ്പീറ്റീവ് ആക്ഷൻസ് ഓർ തോട്ട്സ് ലൈക്ക് ദോസ് യൂസ്ഡ് ഇൻ ദ 55 in the method can reinforce certain ideas or beliefs with the subconscious mind. അപ്പൊ സംഭവം എന്താ സംഭവിക്കാം, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിന്റെ ഐഡിയകൾ റിപ്പീറ്റ് ചെയ്തിട്ട് വരും. ഈ ലോകത്ത് ഈ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്ത് വിജയിച്ച ആളുകൾക്ക് ഒരു ഫ്ലാഷിങ്, ഒരു ഐഡിയകൾ വരികയും ആ ഐഡിയകൾക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും ചെയ്യും. അതേപോലെ തന്നെ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവും. നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ എന്തെന്ന് പറഞ്ഞാൽ ഒരു ന്യൂറൽ കണക്ഷൻസ് എന്ത് ചെയ്യും, ഒരു ത്രൂ ഔട്ട് ലൈഫിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, നമ്മളെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇതിലേക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് ഒന്നാമത്തത് CBT ആണ്. CBT എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. റീപ്രോഗ്രാമിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഇമോഷൻസും ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക്, എന്തെങ്കിലും ഇമോഷൻസും ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് CBT എന്ന് പറയുന്നത്. നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ഇവിടെയൊക്കെ ഇതിന്റെ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ പഠനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ 55 മെത്തേഡ് അതിലേക്ക് വരുന്നുണ്ട്. അതേപോലെ സെൽഫ് പെർസെപ്ഷൻ തിയറി എന്ന് പറയും. സൈക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന തിയറിയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള സെൽഫ് പെർസെപ്ഷൻ തിയറി. അതേപോലെ തന്നെ സെൽഫ് ഫില്ലിംഗ് പ്രോസ്പെസി എന്നൊക്കെ പറയുന്ന മെത്തേഡുകൾ എല്ലാം ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് ചുമ്മാ പറയുന്ന മെത്തേഡ് അല്ല. 55x5 എന്ന് പറയുമ്പോൾ ആ 55x5 നിങ്ങൾ എഴുതുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതല്ല. അവിടെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം, ഈ 55x5 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ 5 കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഗോളുകളിലേക്ക് സൂപ്പർ ഫോക്കസ് ചെയ്യാനുള്ള, ആ ഗോളുകളിലേക്ക് കൂടുതൽ എൻട്രി ചെയ്യാനുള്ള പല ഐഡിയാസുകൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തെടുക്കും. അതിന്റെ കൂടെ അതിങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. ഒരാൾ ഇതാണെങ്കിൽ $1 million വേണം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വേണം എന്ന് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കിട്ടിയതിന് നന്ദി എന്ന് എഴുതി കഴിഞ്ഞാൽ ഉടനെ അത് കിട്ടുമെന്നുള്ളതല്ല അർത്ഥം. അതിലേക്ക് എത്തുന്നതിനുള്ള ആശയങ്ങളും ഐഡിയകളും ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിന് നമ്മൾ നമുക്ക് ലഭിക്കുന്ന ഇൻഡ്യൂഷൻസിൽ നമ്മൾ വിശ്വസിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്ഷൻസ് എടുക്കാൻ തയ്യാറാവും. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളത്. നെപ്പോളിയൻ ഹില്ല് പറയുന്നത് ഇങ്ങനെയാണ്. നെപ്പോളിയൻ ഹില്ല് പറയുന്നത് 6 സ്റ്റെപ്പുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ 4ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തയ്യാറായോ ഇല്ലേ എന്ന് നോക്കാതെ ഉടനെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ തയ്യാറായോ ഇല്ല ഇത് നോക്കേണ്ടതില്ല. നമ്മുടെ കയ്യിലുള്ള അതിന് റിസോഴ്സ് ഉണ്ടോ കാര്യങ്ങളോ നോക്കേണ്ടതില്ല. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തനം ആരംഭിക്കുക. എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്ന ഏതൊരു കാര്യങ്ങളിലാണെങ്കിലും ഞാൻ എല്ലാം റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കാറില്ല. എന്താണോ എൻ്റെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറിയാതെ അതിലേക്കുള്ള അവസരങ്ങൾ വരും. ഞാനും മുസ്തഖല റീസെന്റ് കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹമായിരുന്നു വേറെ ഓഫീസും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ആ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് ഞാനായിരുന്നില്ല.
മുസ്സു എന്ന ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പാർട്ട് നമ്മൾ ആയിത്തീരായിരുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ആക്ഷൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ആക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാവുന്നത്. ഇവിടെയാണ് നമ്മൾ കുറേ ആളുകൾ പരാജയപ്പെടുന്നത്. നമ്മുടെ ഗോളുകളിലേക്ക് എത്താത്തതിന്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ, ഞാൻ ഒന്നും കൂടെ ഈ സ്റ്റെപ്പിലേക്ക് എത്തിയതിനു ശേഷം ആ സ്റ്റെപ്പ് എടുക്കുക. അങ്ങനെ സംഭവം വിജയിച്ച ആളുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കില്ല. അവരുടെ കയ്യിൽ എന്താണുള്ളത്, അവർക്ക് എന്താണോ അറിയുന്നത്, ആ അറിവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ ഇലോൺ മസ്കിന്റെ സ്റ്റോറി വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുതിയ കാറ് ടെസ്ല എന്ന് പറയുന്ന കാറ്, ആ ടെസ്ല എന്ന് പറയുന്ന കാറ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സോളാർ പവറിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാറ് കൊണ്ടുവരണം എന്നുള്ളത് 20 വർഷം മുമ്പ്, 2000 അല്ലെങ്കിൽ 24 വർഷം മുമ്പൊക്കെ ഇദ്ദേഹം സ്വപ്നം കണ്ട് അതിലേക്കുള്ള പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ട് ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിനുള്ള ഫുൾ ഓപ്ഷൻസ് ഉണ്ടാവോ? എല്ലാ ഓപ്ഷൻസും ഉണ്ടാവോ? ഇല്ല. അതിലേക്കുള്ള ബേസിക് ഐഡിയകൾ മാത്രം വെച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു ഇന്ത്യക്കാരനാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത്. ആ ടെസ്ല എന്നുള്ള കാറ് അതിന്റെ യാഥാർത്ഥ്യമായിട്ട് മുന്നോട്ട് വന്നപ്പോ അതിലൊരു ഇന്ത്യക്കാരന്റെ റോൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ വ്യക്തി ഇല്ലെങ്കിൽ ഈ ഒരു കാറില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആശയം വെച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ലുലു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കോ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കോ, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കോ, വിരാട് കോഹ്ലി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കോ, ഏതൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോയിട്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫാക്ട് മനസ്സിലാവും. ആ ഫാക്ട് എന്താണ്? നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഉടനെ നമ്മൾ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അഫോർമേഷൻസും വിഷ്വലൈസേഷൻസും ഒക്കെ ചെയ്യണം. അതിന്റെ കൂടെ ഈ അഫോർമേഷൻസും വിഷ്വലൈസേഷനും ഫോർഗീവ്നെസ്സും ഈ മെഡിറ്റേഷൻസും റീഡിങ്ങും എല്ലാം നമ്മൾ ചെയ്യുന്നതിന് പിന്നിൽ ഒറ്റ പർപ്പസേ ഉള്ളൂ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് റെഡിയാക്കി വെക്കുക. നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ്, അതായത് നമ്മുടെ ഒരു മെന്റൽ എബിലിറ്റി കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ ഒന്നും കൂടി സൂപ്പർ ഫോക്കസ് ചെയ്യുക. ഇതിന്റെ അൾട്ടിമേറ്റ് വേണ്ടതാണ് ബി റെഡി ടു ടേക്ക് ആക്ഷൻസ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്താണ്, മാറ്റും അതേപോലെ തന്നെ കാറ്റും ഒക്കെ നമ്മൾ പറയാറുണ്ട്, മാസീവ് ആക്ഷൻ ടേക്കർ ആവുക, കണ്ടിന്യൂസ് ആക്ഷൻ ടേക്കർ ആകുക, ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ ആകുക. 3 കാര്യങ്ങൾ. ഫാക്ട് എന്താണ്? ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ ആകുക. 2 എന്ത് ചെയ്യുക? എടുത്തതിൽ മാസീവ് ആക്ഷൻസ്, അതിൽ തന്നെ കൂടുതൽ ആക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുക. 3ാമത്തേതാണ് കണ്ടിന്യൂസ് ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. അതിന് തന്നെ ചിലപ്പോൾ 10 വർഷം വർക്ക് ചെയ്യേണ്ടി വരും, അതിനാണ് ചിലപ്പോൾ 5 വർഷം വർക്ക് ചെയ്യേണ്ടി വരും, അതിനാണ് ചിലപ്പോൾ 3 വർഷം വർക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ ഇടയിൽ ക്വിറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ഗോളാണ്, ആ ഗോളിലേക്ക് എത്തുന്നതിനുള്ള മെത്തേഡുകൾ മാറാം, പക്ഷെ ഗോള് മാറ്റാതിരിക്കുക. ആ ഗോളുകളിലേക്ക് തന്നെ സൂപ്പർ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു സമയത്ത് നമ്മൾ സക്സസ് ആവും. ഞാൻ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു ടൗണിലൂടെ, അങ്ങനെ നാളിലെ ടൗണിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ശ്രദ്ധിച്ചു പോരുന്ന സമയത്ത് ആദ്യം ടൗണിൽ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആ സൈക്കിൾ ഷോപ്പ് ഇപ്പോൾ അവിടെ ഇല്ല. കുറച്ചും കൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ടൈൽസിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ടൈൽസിന്റെ ഷോപ്പ് ഉണ്ട്. ആ ടൈൽസിന്റെ ഷോപ്പും അവിടെ ഇല്ല. കുറച്ചും കൂടെ പോകുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിൽ ഞാനിങ്ങനെ ഒരുപാട് ഷോപ്പുകൾ, ആ ഷോപ്പുകളൊന്നും അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാനിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 1 ഇയറിനുള്ളിലാണ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. 1 ഇയറിനുള്ളിൽ തന്നെ അത് പൂട്ടിയിരിക്കുന്നു. നിങ്ങളൊരു ഗോളുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ക്വിക്കായിട്ട് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവരൊരു ബിസിനസ് തുടങ്ങും, 1 വർഷം കൊണ്ട് അത് വിജയിച്ച് അതിൽ നിന്ന് കുറെ പ്രോഫിറ്റും കിട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ചില ബിസിനസ്സിലൊക്കെ പോസിബിൾ ആവുള്ളൂ. അതിന്റെ റിസൾട്ട് കിട്ടുന്നത് വരെ അതിന്റെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുക എന്നതാണ് അതിന്റെ മെത്തേഡ്. എന്നെപ്പോലെ നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഗോളുകൾ എന്ത് ചെയ്യുക? മാറ്റാതിരിക്കുക. അതിലേക്കുള്ള മെത്തേഡുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റണം. അതിനാണ് നിങ്ങൾ ഈ 55 മിനിറ്റ് മെത്തേഡും അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ചിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. 5 ദിവസം കണ്ട് എഴുതിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഇതിന്റെ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ആ 5 ദിവസം എഴുതുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറെ തോട്ടുകൾ ഉണ്ടാവും, കുറെ വേവ് ലെങ്ത്തുകൾ ഉണ്ടാവും, കുറെ ഐഡിയകൾ ഉണ്ടാവും. ആ ഐഡിയകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈഫിലേക്ക് ഓൾവേസ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ആ വിധി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോ എത്തിയ സ്ഥലം നിർണ്ണയിച്ചത് നിങ്ങളാണ്. നാളെ എത്തേണ്ട സ്ഥലം നിർണ്ണയിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമായിരുന്നു. നിങ്ങൾ ബാങ്ക് എംപ്ലോയി ആയിരുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾ. നിങ്ങളുടെ ഓണ്ടർപ്രണർ ആയിരിക്കുന്നത് നിങ്ങളുടെ തീരുമാനമായിരുന്നു. നിങ്ങൾ ഹൗസ് വൈഫാണ് ആയിരിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ആ സിറ്റുവേഷൻസിനോടൊക്കെ യെസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഏതൊക്കെ കാര്യത്തോട് യെസ് പറയുന്നോ, ഏതൊക്കെ കാര്യങ്ങളോട് നോ പറയുന്നോ, അത് തന്നെയായിരിക്കും നിങ്ങളുടെ
നാളെയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്, നിങ്ങളുടെ ഹെൽത്തിന്റെ റിസൾട്ട്, നിങ്ങളുടെ സന്തോഷത്തിന്റെ റിസൾട്ട്, നിങ്ങളുടെ ശാന്തിയുടെ റിസൾട്ട്, നിങ്ങളുടെ സമാധാനത്തിന്റെ റിസൾട്ട്, നിങ്ങളുടെ അറിവിന്റെ റിസൾട്ട് എല്ലാം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ തീരുമാനങ്ങളും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചിന്തിക്കുക. അതിലേക്കുള്ള പ്രവൃത്തികളിലേക്ക് പോകുമ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. യൂണിവേഴ്സിന് തമാശയൊന്നുമില്ല. യൂണിവേഴ്സിന് എല്ലാം സീരിയസ് ആണ്. ഞാൻ തമാശക്ക് പറഞ്ഞത് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിന് തമാശ എന്താണെന്ന് അറിയില്ല. യൂണിവേഴ്സിനോട് പറയുന്ന ഓരോ കാര്യങ്ങളും യൂണിവേഴ്സ് സീരിയസ് ആയിട്ടില്ല. നിങ്ങളിപ്പം ഗൂഗിളിനോട് ചോദിക്കുന്ന പോലെ, ഗൂഗിളിന് തമാശ ഒന്നുമില്ല. ഗൂഗിളിനോട് ചോദിക്കുകയാണ് എന്താണ് നമ്മൾ പറയാണ്, എനിക്ക് ഷോ മീ 5 കൊമേഡിയൻ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിൾ 5 കോമഡിയുള്ള മൂവീസ് കാണിച്ചു തരും. അത് ഗൂഗിൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന, തമാശ ചെയ്യുന്നതല്ല. നമുക്ക് തമാശയിൽ കാണേണ്ടത് വെച്ചെങ്കിലും ഗൂഗിൾ സീരിയസ് ആയിട്ട് കാണുന്നത്. എന്നപോലെയാണ് യൂണിവേഴ്സ്. യൂണിവേഴ്സിനോട് നിങ്ങൾ പറയുന്നതെല്ലാം സീരിയസ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ സംസാരങ്ങളും യൂണിവേഴ്സ് ലിസൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നവർ. അപ്പൊ ഇതുവരെയുള്ള നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ പ്രവർത്തികളാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലേ? യോജിക്കുന്നുള്ള ആളുകൾ എഗ്രി എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലാത്ത ആളുകൾക്ക് ഡി എന്ന് ടൈപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണോ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ പ്രവർത്തികൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും അനുസരിച്ചിട്ടാണ്. എഗ്രി ചെയ്യുന്ന ആളുകൾക്ക് എ. ഇപ്പൊ ഇബ്രാഹിം സാർ എഗ്രി ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ എഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്നതിലേക്ക് ഒരൊറ്റ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലോ ഓഫ് അട്രാക്ഷൻ പറയണേ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ പറയുന്നതല്ല. ചില സമയത്ത് നമ്മൾ പൊട്ടനായിട്ട് മാറാം. ഒരു ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത ആളായിട്ട് മാറും. ഒരു കഥ പറയാറുണ്ട്, ആ കഥയെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ആട് എന്ത് ചെയ്തു? ഒരു വലിയൊരു കിണറ്റിൽ ചാടി. അപ്പൊ കിണറ്റിൽ ചാടിയിട്ട് ആടിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ നോക്കുന്നുണ്ട്. ഒരുപാട് തവണ ആട് മുകളിലേക്ക് കയറാൻ നോക്കുന്ന സമയത്തും അതിന്റെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ പറഞ്ഞു, നിന്നെക്കൊണ്ടത് കഴിയില്ല, നിന്നെക്കൊണ്ടത് കഴിയില്ല, നിന്നെക്കൊണ്ടത് കഴിയില്ല എന്നെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷെ ആട് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യും. ഫസ്റ്റത്തെ കുറച്ച് സ്റ്റെപ്പ് കയറും, താഴേക്ക് വീഴും, വീണ്ടും സ്റ്റെപ്പ് കയറും, താഴേക്ക് വീഴും. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു പരിശ്രമത്തിനോടിൽ ആട് എന്ത് ചെയ്യും? പുറത്തേക്ക് എത്തും. ആട് പുറത്തേക്ക് എത്തുമ്പം ആളുകൾ ചോദിക്കും, ഇത്രയും ആളുകൾ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും എങ്ങനെയാണ് നീ പുറത്തെത്തി? അപ്പൊ ഈ ആട് ഒന്നും അതിന് മറുപടി അറിയാം. എന്താ? ഈ ആടിന് ചെവി കേൾക്കില്ല, ഇവര് സംസാരിക്കുന്നൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ആടിന് പുറത്തേക്ക് എത്താൻ സാധിച്ചത്. എന്നതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക. അതിന്റെ കൂടെ ചിലപ്പോ നമ്മൾ അടിതെറ്റി വീണു വരും. അതിന്റെ അർത്ഥം നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ സാധിക്കൂല എന്നുള്ളതല്ല. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്താൻ സാധിക്കില്ല. അപ്പൊ വേ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ഡ്രീമുകളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് പുതിയ ഒരുപാട് മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? സലാം സർ. സർ മ്യൂട്ടാണ്. അല്ല, ഇന്നും ഇന്നലെയായിട്ടപ്പോ ഇന്നലെ ജോയിൻ ചെയ്തത്. ഓക്കെ, ഇപ്പൊ 2ാമത്തെ ദിവസമാണ്. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞ മാതിരി 55 പ്രാവശ്യം എഴുതാം, 5 ദിവസം കൊണ്ട് എഴുതാന്ന് പറഞ്ഞു നോക്കുമ്പോ അതൊരു നല്ലൊരു അറിവായിട്ട് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എന്തായാലും സാറ് പറഞ്ഞ മാതിരി റിപ്പീറ്റ് നോക്കിയിട്ട് പരാജയപ്പെടുമ്പോ നമ്മൾ അതിൽ പരാജയപ്പെട്ടെന്ന് എനിക്ക് തോന്നൂല്ല. അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയായിട്ട് ഞാൻ ഇന്ന് മുതൽ അത് ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ സർ. താങ്ക് യു സലാം സർ. ആ ഒരു ഇതിന്റെ ഒരു 55x5 മെത്തേഡ് ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. അത് സിന്ധുമാണെങ്കിൽ ശ്രദ്ധിക്കാം. ഗ്രൂപ്പുകളൊന്ന് അനൗൺസ് ചെയ്യാം. ഈ 55 തവണ നിങ്ങൾ എഴുതിയതിന്റെ അതിന്റെ ഫോട്ടോ അല്ല, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അതിന് ജസ്റ്റ് ഒരു ഫോട്ടോ ടോക്ക്. ഓക്കെ, 55 തവണ എഴുതാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി മെത്തേഡ്. പക്ഷെ നമ്മൾ 55 തവണ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ റോസ്മിനോട് ചോദിച്ചപ്പോൾ ഒറ്റ തവണ എഴുതണോ, 2 തവണ എഴുതണോ, 3 തവണ ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ എഴുതുന്ന സമയത്ത് നിങ്ങളത് സ്കൂൾ ഇമ്പോസ് ചെയ്യുന്ന പോലെ ആ മൈൻഡ് സെറ്റിൽ എഴുതേണ്ടത് അത് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടെ എഴുതണം. അതിനെ ഫീൽ ചെയ്തുകൊണ്ട് എഴുതണം. ഓക്കെ, ഈ 55 തവണ എഴുതുന്നത് എന്റെ ലൈഫിലേക്കുള്ള കുറെ ഗ്രോത്തിനും വേണ്ടിയിട്ടാണെന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി വളരെ ഹാപ്പി ആയിട്ട്
ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആസ്വദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം. അല്ലാതെ ഒരു 55 തവണ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ചെയ്യേണ്ടതല്ല. ഏതൊരു അഫർമേഷൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ സർ, താങ്ക് യു. സ്നേഹ മാം കേൾക്കുന്നുണ്ടോ? മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ സർ? സ്നേഹ മാം. ഓക്കെ. ഹലോ സജിന, സജിനയാണ് അത്, മോളെ പേരാണ് കൊടുത്തുള്ളത്. ഓക്കെ ഓക്കെ. ഹലോ, ആൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. ഓക്കെ. സൗദ മാം. സൗദ മാം കേൾക്കാവോ? കേൾക്കണ മാം. ഓക്കെ മാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷനിൽ മാമിന് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് സ്വാദ എന്നാണ്. ഞാന് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ യൂട്യൂബിലെ കണ്ടിട്ടുണ്ട്. എന്താന്ന് കറക്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പറഞ്ഞാല് നമ്മള് എഴുതിയാലും ഇത് കിട്ടുമോ, വെറുതെ ഒരു മൈൻഡിലേക്കാണ് വന്നിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ കിട്ടിയെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് ഇതുകൊണ്ട് നടക്കണെന്നുള്ളപ്പോ ഈ ക്ലാസ് കൊണ്ടാണ് മനസ്സിലാവാൻ പറ്റിയത്. അപ്പൊ സാറ് പറഞ്ഞ അംബോഷന്റെ കാര്യമൊക്കെ, അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റി. പിന്നെ ഗോപിക, സ്നേഹയ്ക്ക് അത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എത്ര മോളെ, അത് ആക്സസ് ചെയ്യാൻ പറയും. അൺമ്യൂട്ട് തന്നെ എത്ര വരുന്നത്? അതാ. ഓക്കെ ഓക്കെ. പറയും. ഗോപിക കേൾക്കണില്ലേ? ഓക്കെ മാം. ഓക്കെ. സ്വാത മാം കണ്ടിന്യൂ ചെയ്തോളൂ. അതാണ് പറയാനുള്ളത്. എനിക്ക് പിന്നെ എന്താണെന്നത് മനസ്സിലാക്കാൻ പറ്റി ഈ ക്ലാസ് കൊണ്ട്. എങ്ങനെയാണിത് വരുന്നത് എന്നുള്ളത്, നമ്മൾ എഴുതുമ്പോ എന്താ സംഭവിക്കണം എന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് പോകുന്നുണ്ട് നമുക്കുള്ളത് ഈ ഒരു ക്ലാസ് കൊണ്ടാണ് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. ഞാൻ ഹൗസ് വൈഫാണ്. ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ PSCക്ക് പഠിക്കുന്നുണ്ട്. അങ്ങനെ പോന്നു. വീട് കീശ്ശേരി, മലപ്പുറം ജില്ലയിലെ കീശ്ശേരി എന്ന് പറയും. മാം എന്തായാലും ഇന്ന് പറഞ്ഞിട്ടുള്ള ചലഞ്ച് കാര്യങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ കേട്ടോ. മോളെ സ്നേഹം സംസാരിക്കണ്ടടാ, ഒന്നും കൂടി. ഓഡിയോ കണക്ട് ആയിരിക്കുകയാണ്. സ്നേഹ, ഓക്കെ. ഇതില് ഗോഡ്സി എന്നുള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? കേൾക്കാവോ? ഓക്കെ, കേൾക്കാം മാം, പറഞ്ഞോളൂ. വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഓക്കെ. മാമിന്റെ പേര്? എന്റെ പേര് ഗോഡ്സി എന്ന് തന്നെയാ. ഓക്കെ. അഫർമേഷൻസ് ഒക്കെ യൂട്യൂബിലാണ് കേട്ടിരുന്നത്, പക്ഷെ കുറച്ചും കൂടെ അതിനൊരു ക്ലാരിറ്റി ആയി. സാറ് പറഞ്ഞ പോലെ സ്കൂളിൽ പഠിച്ചപ്പോ എംബോസിഷൻ എഴുതിയിട്ടുണ്ട്. എണ്ണം കൂടി തരുമ്പോ മിക്കവാറും നമ്മളത് ഇഷ്ടപ്പെട്ടല്ല എഴുതിയിരുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സ്കൂളിലെ എംബോസിഷൻ എഴുതിയതൊന്നും ടീച്ചേഴ്സിന് മനസ്സിലായി എന്തിനാ ഇത്ര പ്രാവശ്യം തന്നെ, ഒരു 5 പ്രാവശ്യമൊക്കെ തന്നാ പോരെ, എങ്കിലല്ലേ പഠിച്ചെഴുതുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇതുവരെയോ എനിക്ക്. ഹലോ. അപ്പൊ അതിന് എന്തിനാണെന്നുള്ളതിനൊരു ക്ലാരിറ്റി കിട്ടിയ, കൂടുതൽ പ്രാവശ്യം തരുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയത്. ഓക്കെ ഓക്കെ. മാം എവിടെ സ്ഥലം മാം? എറണാകുളം. ഓക്കെ. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തായിരുന്നു? ഞാൻ സ്കൂൾ കൗൺസിലർ ആയിട്ടാണ്. അതെ. ഓക്കെ 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 മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ. സലീം ടോമി സർ. സ്നേഹ മാമിന് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ. ദെൻ ജൂബി ഷിഫ് അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. ബിമാജിക്കിന്റെ ടീമിൽ ഉണ്ടായിരുന്നാണ്.
ഓക്കെ കൊണ്ട് എനിക്ക് പിന്നെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. ഇപ്പൊ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഞാനിപ്പോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ അതിനകത്ത് ഇപ്പൊ കുറച്ച് ഇന്നിപ്പോ ലാസ്റ്റ് ടൈമിൽ മാത്രമാണ് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടില്ല. ഒരു 10 മിനിറ്റ്സേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, നമുക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾമോസ്റ്റ് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ തിങ്കളാഴ്ചത്തെ സെഷനിൽ ഒരുപാട് പുതിയ ആളുകൾ വരണം. നമുക്ക് എല്ലാവരും നിങ്ങളുടെ അറിയുന്ന ആളുകളൊക്കെ കോൺടാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുക. സോ സിന്ധു മാം, നമ്മുടെ ചലഞ്ചിന്റെ കാര്യം നോക്കണേ. നോക്കാം. ഒരു കാര്യം പറയട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. സ്നേഹ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോളാണ്. അപ്പൊ ഞാൻ അവളെ ഇന്നത്തെ ഫ്രീ ക്ലാസ് അപ്പം ചിലപ്പോ മോളും അമ്മയും കൂടി അതിൽ കേൾക്കും ക്ലാസ്സുകളൊക്കെ. ഓക്കെ, അപ്പൊ എന്തോ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. കുറെ പ്രാവശ്യം അവർ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും അവരൊന്നും കൂടി ഇമ്പ്രൂവ് ആവും. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീം മെമ്പേഴ്സിനും സേഫ് സാറിനും താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ ലീവ് ചെയ്തോളൂ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. Thank you all. Thank you all. Thank you. Thank you so much. Thank you.